ആ വിവേകത്തിൽ ഒരു ചില ചിന്തകൾ ചിന്തിച്ചു പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അല്പവചന ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 103 അധ്യായം അതിന്റെ 1, 2, 3 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകം 103. ഹല്ലേലൂയ. 2025 12-ാം മാസം 18-ാം തീയതി സ്വർഗത്തിലെ ദൈവം തന്റെ വിശ്വസ്തതയുടെ മറവിൽ മറച്ചതോർത്ത് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അതിനെ പറയുന്നു, അവന്റെ ഉപകാരങ്ങളൊന്നും അല്ലാതെ മറന്നിട്ടുണ്ടോ? കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാം കഷ്ടതകളും വേദനകളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും വേണ്ടപ്പെട്ടവരെല്ലാം ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയില്ലേ? അവരോടുകൂടെ ചേർന്ന നാം ഈ ലോകത്ത് മാറ്റപ്പെടാനുള്ളവരായിരുന്നു. നമ്മൾ കഴിച്ച റേഷൻ അരിയോ പൊന്നി അരിയുടെ ബലം കൊണ്ടൊന്നും അല്ല, സർക്കാർ തന്നിരിക്കുന്ന വാക്സിൻ എടുത്തത് കൊണ്ടൊന്നും അല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമല്ല. ഒന്ന് തലയിൽ കൈവച്ച് പറയാൻ കഴിയുമോ? കർത്താവിന്റെ കൃപ ഒന്ന് മാത്രം കണ്ട്. കർത്താവിന്റെ കൃപ കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങളല്ല, കർത്താവ് കാരണഭൂതനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നു 103-ൽ ഇങ്ങനെ താൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഈ മനത്തിന്റെ ഉത്തരവാദിത്തമാണ്. എനിക്കൊരു സംശയം, ഈ മനം എവിടെയായിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത് ഹൃദയമല്ലേ, ഹാർട്ടല്ലേ? പിന്നെ എവിടെ ഇരിക്കുന്നത്? പറയാറില്ലേ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടില്ലെന്നാണ് എനിക്ക് പൊങ്ങുന്നു. അപ്പൊ അവിടെ അതിന്റെ മെയിൻ ഓഫീസാണ്. ഇതിന്റെയൊക്കെ ചില സ്ഥലങ്ങളിൽ വലിയ ട്രാൻസ്ഫോമർ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കറണ്ട് കിട്ടുന്ന നമ്മൾ ചിന്തിരിക്കുന്നു, നമ്മുടെ വീട്ടിൽ സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ചിനകത്താണ് കറണ്ട് ഇരിക്കുന്നത്, ലൈറ്റ് കത്തുന്നത് ഇല്ല. കറണ്ട് തരുന്ന ഒരു സ്റ്റോറേജ് ഉണ്ട്, ട്രാൻസ്ഫോമർ. അത് ശേഖരിച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് വേണ്ടുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള DP മീറ്റർ വീട്ടിൽ അളവറിഞ്ഞിട്ട് ആ DP അതിനാവശ്യമായിട്ടുള്ള കറണ്ട് നമ്മുടെ സ്വിച്ചുകളിൽ എത്തിക്കും. വലിയ സബ്സ്റ്റേഷനിൽ നിന്നുള്ള കറണ്ട് ചെറിയ ട്രാൻസ്ഫോമറിൽ എത്തിച്ചിട്ട് അത് നമുക്ക് വേണ്ടുന്ന അളവ് നമ്മുടെ മീറ്ററിലേക്ക് DPയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? കത്തുകയാണ്. അതിന്റെ അർത്ഥം കറണ്ട് ഇരിക്കുന്നത് സ്വിച്ചിനകത്തല്ല ഇരിക്കുന്നത്, കറണ്ട് ഇരിക്കുന്നത് സബ്സ്റ്റേഷനിൽ ഇരിക്കുന്ന കറണ്ടാണ്. ഹല്ലേലൂയ. എന്നതുപോലെ ശരീരത്തെ മൊത്തം ചലിപ്പിക്കേണ്ട സബ്സ്റ്റേഷനാണ് ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയം. മനസ്സിലായില്ലേ? ഇത് നിന്ന് പോയാൽ പോയി. എന്നാൽ ഇത് സംസാരിക്കൂ? ഇല്ല. ഇതിനകത്തൊരു ഇടി മാത്രമേ ഉള്ളൂ. ബ്ലഡിനെ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ഓട്ടിക്കുവാനുള്ള ഒരു കറണ്ട്, ഒരു ഇടി, ഒരു പൾസ്. ഇതിങ്ങനെ ഇടി കൂടിയാലും പ്രശ്നമാണ്, ഇടി കുറഞ്ഞാലും പ്രശ്നമാണ്. വേണ്ട വിധത്തിലൊരു ഇടി. ആ ഇടി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒരു അല്പസമയം കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ടക്ക് ടക്ക് നമ്മളൊരു ശബ്ദം കേൾക്കും. ഇവിടെ നിന്നുള്ള ഈ ട്രാൻസിസ്റ്ററിൽ നിന്നാണ് ഇത് വരുന്നത്. ഇത് സംസാരിക്കത്തില്ല. എന്നാൽ സംസാരിക്കുന്നതാണ് നമ്മുടെ ഇവിടമാണ് സംസാരിക്കുന്നത് അല്ലേ? ഇവിടെയാണ് സ്റ്റോറേജ്. നമ്മുടെ ഇതിന്റെ ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറ് അല്ലേ? ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോ ഇവിടെയാണ് നമ്മൾ പോണമോ പോണ്ടയോ, ഇരിക്കണമോ ഇരിക്കണ്ടയോ, എന്നുള്ള മനസ്സ് ചലിപ്പിക്കുന്നത് ഇവിടെയാണ് അല്ലേ? നമുക്ക് മനസ്സിലായെന്ന് പറയുന്നത് ആരാധിക്കാൻ പറ്റും. എനിക്കൊന്നും മനസ്സിലുണ്ട്, താല്പര്യമില്ലെന്ന്. അത് ഇവിടെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇത് സ്പീക്കറാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇതിന്റെ മൊത്തം ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോറേജ് ചെയ്ത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ മനസ്സാണ് ദൈവസന്നിധിയിൽ പറയുന്നത്, എൻ മനമേ. യവ പറയുമ്പോൾ ഈ സ്പീക്കറിൽ എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അടുത്ത പദം ശ്രദ്ധിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ. അപ്പോ മനസ്സെന്ത് ചെയ്യണം? വാഴ്ത്തണം. വെറും മനസ്സ് മാത്രം വാഴ്ത്തിയാ പോരാ. എന്റെ സകല അന്തർഭാഗവും, മനുഷ്യന്റെ സകല അന്തർഭാഗവും, പുറമല്ല ദൈവത്തെ ആരാധിക്കാനുള്ളത്. പുറമേയുള്ള ഭാഗമല്ല, പുറമേയുള്ള ഭാഗം കള്ളവും കപടത്തരവും കൊള്ളരുതായ്മയും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അകത്തെയുള്ള ഭാഗമാണ് അവന് യാഗമായി തീരേണ്ടത്. അകത്തെ മനുഷ്യൻ
ഒരു മനുഷ്യന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അലങ്കാരം മുടി ചീകുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. എന്താ പറയുന്നത്? സൗമ്യതയും സാവധാനതയും എന്ന മനസ്സ് എന്ന അകത്തെ മനുഷ്യൻ തന്നെയായിരിക്കണം അത് ദൈവത്തിന് വിലയേറിയത്. സൗമ്യതയും സാവധാനതയുമുള്ള അകത്തെ മനുഷ്യൻ കണ്ടു. അപ്പൊ പുറമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? അലങ്കാരം ധരിക്കുന്നു, മുടി ചീകുന്നു, പൊന്നണിയുന്നു. അങ്ങനെ പുറമേയുള്ള മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ മുൻപാകെ സന്തോഷിപ്പിക്കേണ്ടതിന് പുറമേയുള്ള മനുഷ്യൻ അലങ്കരിച്ചത് ചെയ്യുന്നു, നടക്കുന്നു. അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ അലങ്കരിക്കുന്നുവെങ്കിൽ അകത്ത് മനുഷ്യൻ അലങ്കാരം വേണ്ടേ? അപ്പോ പറയുന്നത് ഇങ്ങനെയാണ്, പുറമേയുള്ള മനുഷ്യൻ പൊന്നണിയുന്നു, വസ്ത്രം ധരിക്കുന്നു, മുടി ചീകുന്നു. എങ്ങനെ പുറമേയുള്ള മനുഷ്യനല്ല. അപ്പൊ പുറമേയുള്ള മനുഷ്യന് ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ അലങ്കരിച്ചു നടക്കുന്നത് പോലെ അകത്തെ മനുഷ്യനൊരു അലങ്കാരമുണ്ട്. ആ അലങ്കാരമാണ് അവന്റെ കൃപാവരണം. പുറമേയുള്ള മനുഷ്യൻ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? പുറമേയുള്ള മനുഷ്യൻ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? നല്ല മുട്ടക്കറിയും മുട്ടയും പപ്സും ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ അകത്തുള്ള മനുഷ്യന് ആഗ്രഹമില്ലേ? പിന്നെ അകത്തുള്ള മനുഷ്യൻ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താ? ഇഡലിയോ? എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? പുറമേയുള്ള മനുഷ്യൻ വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ന്യൂട്രീഷൻ ഫുഡുകൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. അകത്തുള്ള മനുഷ്യൻ വളരാൻ വേണ്ടിയാണ് ഇന്നലെ മുതൽ ഇവിടെ ഒരു ഉപവാസം വെച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു മാസ്റ്റർ ജോർജ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാ? പോയി കണ്ടു. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തേണ്ടതിനാ. അകത്തെ മനുഷ്യനെ എല്ലാം തിന്നാൻ കിട്ടണം, നമുക്ക് കൊടുക്കാൻ കഴിയുമോ? പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നമ്മൾ തിന്ന് അങ്ങ് പെരുവിയിരിക്കുകയാണ്. അകത്തെ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കാണ്, കർത്താവ് യവ ഇങ്ങനെ തിന്ന് പെരുവിയാണ്, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എന്നെ യവ ഒതുക്കി കളയുക. അതുകൊണ്ട് ആ സങ്കീർത്തനം 42 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എൻ മനമേ നീ വിഷാദിച്ച് ഉള്ളിൽ. അപ്പം അകത്തുള്ള മനുഷ്യൻ ഇപ്പൊ എന്താ സഹോദരി? ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഉള്ളിനകത്തൊരു ഞരക്കം, പഴവും കഞ്ഞി അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അകത്തെ മനുഷ്യനാ. ഇന്ന് ഉപവാസ പ്രാർത്ഥന എന്ന പള്ളിയിൽ പാസ്റ്റർ പ്രഖ്യാപിച്ചു, ഇന്ന് എനിക്ക് അല്പം ജീവൻ വെക്കും, ഇന്ന് എനിക്ക് അല്പം ജീവൻ വെക്കും. എന്നാ പോലും അകത്തെ മനുഷ്യരെ യവൻ ചെയ്യില്ല, പുറത്തു വരാൻ വിടത്തില്ല. അന്ന് യവൻ മുട്ടയും തലേദിവസത്തെ ചളിച്ച സാമ്പാറും അടിച്ച് ഇവിടെ വന്നിരുന്ന് വായും തുറന്ന് ഉറങ്ങി മറ്റുള്ളവരെ ഉറക്കി ഒരു വല്ലാത്ത അനുഭവങ്ങളിൽ ദൈവദാസൻ ചക്കുപൊട്ടി ആരാധിച്ചാലും പാലം കുലുങ്ങിയാലും കേണം കുലുങ്ങത്തില്ല എന്ന് പറയുന്ന രീതിയിൽ ഇരുന്ന് ഉറങ്ങി 50 കിലോ അരി തൂക്കി തട്ടുപോലെ തൂക്കിയിട്ടേ പോകത്തുള്ളൂ. എന്നാ പോലും ജീവിതത്തിലെ ഗുണപ്പെടാൻ താല്പര്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ മനമേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരങ്ങുന്നത് എന്ത്? യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. എങ്ങനെ മനം പറയും, ഞാൻ എങ്ങനെ വെക്കും പ്രത്യാശ? എങ്ങനെ വെക്കും? ഈ പകുതിയ മനുഷ്യൻ തിന്ന് പണ്ട് തൊഴിലുറപ്പിനെങ്കിലും പോയപ്പോ അല്പം എക്സസൈസ് എങ്കിലും ഉണ്ടായിരുന്നു. കാരണം തിന്നതെല്ലാം എന്ത് ചെയ്യും? കുഴപ്പമായിട്ട് അങ്ങ് പോകും, കുഴപ്പമില്ല. ഇപ്പോ തൊഴിലുറപ്പുമില്ല, BP ആയി ഷുഗറുമായി മരുന്നും കഴിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ 60 കിലോ ഉണ്ടായിരുന്ന ഇപ്പൊ 80, 90, 100 കിലോ സുന്ദരം നടക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ യവൻ ആരാധനയുള്ള ദിവസം വരാൻ പറ്റുന്നില്ല. കാര്യം എന്താ? കാലില് നീര്, ക്ഷീണം, BP, ഷുഗർ, ബുദ്ധിമുട്ട്. ആരാധന ഇവിടെ നടക്കുമ്പോൾ പള്ളിയിൽ പാസ്റ്റർ ചോദിക്കും, സഹോദരി ഇന്നെന്ത് വന്നില്ല? പാസ്റ്റർ എണീറ്റപ്പം നടുവിനൊരു വേദന. കാര്യം എന്താ? സ്തോത്രം, യവന്റെ നടുവും ശരീരവും എല്ലാം ഇപ്പൊ 100 കിലോയിലിരിക്കുക, നടക്കാൻ കഴിയുന്നില്ല, ഇപ്പൊ വീട്ടിലിരിക്കുക. അപ്പൊ ആത്മാവ് ഉള്ളിൽ എന്ത് ചെയ്യാം? ഞരങ്ങിയെങ്കിലൂടെ വരാൻ വേണ്ടി നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അതൊന്നും നടക്കുന്നില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് നമ്മുടെ ശരീരം പൊയ്ക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ.
അവൻ നടക്കേണ്ട വഴി അവനെ അഭ്യസിക്കാൻ വേണ്ടി വചനത്തിൽ സങ്കീർണ്ണ പ്രൈസ് സദർശവാക്യത്തിൽ പറയുന്നു, ബാലൻ നടക്കേണ്ട വഴിയെ അഭ്യസിക്കുക, വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. വാസ്തവം തന്നെ. പക്ഷെയോ വൃദ്ധനായപ്പോൾ കില 100. അവൻ ചിലതൊക്കെ വിട്ടേ മതിയാകത്തുള്ളൂ. പറ്റുന്നില്ല. അകത്തെ മനുഷ്യൻ പൈസല്ലോ അവൻ ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാ. അവൻ ചെതക്കൂല പൊട്ടി പുറത്തു വരുവാൻ ആളുകൾ കൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയാ. പറ്റുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് യവനെ ഭൗതിക മനുഷ്യനെ ഉപവാസം എന്നുള്ള പ്രക്രിയയിൽ ആഹാരം വെടിഞ്ഞവനെ ഇരുത്തിയെങ്കിൽ മാത്രമേ അകത്തെയുള്ള മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഉപവാസം എന്ന് ചിലർ പറയും ഉപവാസ പ്രാർത്ഥന, ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് അവൻ വചനത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഉപവാസം എന്തിനു വേണ്ടിയാണ്? ഞാൻ പലയിടത്തും പറയുന്നതാണ്, ഉപവാസം എന്തിനു വേണ്ടിയാണ്? ഉപവസിക്കാതെ ആഹാരം വെടിഞ്ഞിട്ട് നമ്മൾ ദൈവസ്ഥാനിൽ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ സഹോദരി? കേൾക്കത്തില്ലേ? കേൾക്കും. കേൾക്കും. കേൾക്കുമോ? കേൾക്കും. പിന്നെ ഉപവസിക്കണം എന്ന് തന്നെ എന്താ തീരുമാനം? എന്തോ അതാ ഉപവസിക്കാതെ പ്രാർത്ഥിച്ചാൽ കിട്ടും നാമക്കേശില്ലേ? ഉപവസിച്ചാൽ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യാശ. അതുകൊണ്ട് ഉപവസിക്കാതിരുന്നാലും പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നും നിർബന്ധമില്ല. കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചു എന്ന് എന്ത് ചെയ്യുക? ഉപവസിച്ചാലും ഉപവസിച്ചില്ലെങ്കിൽ അടാ വാസം വന്നിട്ട് പറയുന്നു ഉപവസിക്കണമെന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞു വന്നത്? ഉപവസം എന്തിനു വേണ്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഉപവസിച്ച് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് നിർബന്ധമില്ല. ഉപവസം എന്തിനെന്ന് ചോദിച്ചാൽ ഉപവസം ഈ ഞാൻ മനസ്സാന്തരപ്പെടാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഞാനെന്നുള്ള മനുഷ്യനെ ദണ്ഡിക്കേണ്ടതിനാ. ഈ ഭൗതിക മനുഷ്യനില്ലേ, ഈ മനുഷ്യന് വേണ്ടിയുള്ള ഭക്ഷണത്തെ മാറ്റിവെക്കുമ്പോൾ എനിക്കൊരു ക്ഷീണവും ബുദ്ധിമുട്ടും ഞെരക്കവും ഉണ്ടാകും. യവനെ ഭൗതിക മനുഷ്യനെ ഒന്ന് ഗുണപ്പെടുത്താൻ വേണ്ടി ഭൗതിക ഭക്ഷണത്തെ മാറ്റിവെച്ച് യവനെ ഒന്ന് ദൈവ സന്നിധിയിൽ ഒന്ന് സറണ്ടർ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അകത്തെ മനുഷ്യൻ പുറത്തു വരും. മനസ്സിലാകുന്നുണ്ടോ? ഉപവാസം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. യേശു 40 ദിവസം ഉപവസിച്ചു. എന്തിനു വേണ്ടിയാണ്? ദൈവം കൊടുത്ത അകത്തെ മനുഷ്യൻ പുറത്തു വരേണ്ടതിനാണ്. 40 ദിവസം ലൂക്കോസിന്റെ സുവിശേഷം 4 നിങ്ങൾ വായിക്കുക കേട്ടോ. യേശു ഉപവസിച്ച് കഴിഞ്ഞു. അവൻ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവൻ ആത്മാവിൽ അങ്ങോട്ട് എത്തിയതു. ഈ ആത്മാവ് എവിടെയാണ് നടന്നത്? എവിടെയാണ് നടന്നത്? ആത്മാവ് എവിടെയാണ് നടന്നത്? ആത്മാവ് അകത്താണ് നടന്നത്. പുറത്തെ മനുഷ്യനെ ദണ്ഡിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അകത്തൊരു നിറവ്. അകത്ത് നിറഞ്ഞവൻ അവിടെ ഇരിക്കത്തില്ല. അവൻ ചില സ്ഥാനങ്ങൾ വിടും. നിറവുള്ളവന് നിറവില്ലാത്ത സ്ഥലത്തിരിക്കാനും ജഡത്തിന്റെ ചിന്തകളും ജഡ മനുഷ്യനെ ദണ്ഡിപ്പിച്ച് ഒതുക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പുറത്തു വരും. അവനാണ് മാനസാന്തരം. അവൻ നല്ല പക്വതയുള്ളവനായിരിക്കുകയാണ്. ഒന്ന് വായിച്ചു. മതി. അപ്പോ യേശു പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി യേശു എന്താ ചെയ്തത്? 40 ദിവസം ഉപവാസം എന്തിനു വേണ്ടിയായിരുന്നു? അവന് അകത്തെ മനുഷ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. യേശു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് എന്തുണ്ടായി? എന്തുണ്ടായി? ഇല്ല. യേശു ഉപവസിച്ച് കഴിഞ്ഞ ഉടനെ അവന് വിശന്നായിരുന്നു. വിശപ്പുണ്ടായി. എന്തുണ്ടായി? അങ്ങനെയാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? വിശന്നോ? വിശന്നില്ലേ? വിശപ്പ് വന്നപ്പോഴാണ് പരീക്ഷകൻ വന്നത്. എന്തുകൊണ്ടാ വന്നത്? വിശപ്പ് കൊണ്ടല്ല വന്നത്, കല്ല് കൊണ്ടാ വന്നത്. എന്തുകൊണ്ടാ വന്നത്? ഒരു കല്ലെടുത്തോണ്ട് വന്നേ. എന്തിനാ? പിശാച് പറഞ്ഞു ഈ കല്ലിന്. അപ്പൊ അത് പറയാൻ കാരണം എന്തായിരുന്നു? വിശപ്പുണ്ടായിരുന്നു. യേശുവിന്റെ ബലഹീനത ഏതൊരു മനുഷ്യനെ, കാരണം യേശു ദൈവമല്ല. ആ സമയത്ത് യേശു ആരല്ല? സംശയമുണ്ടോ?
യേശു ദൈവമായിരുന്നോ? അല്ല. നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 പഠിക്കണം. അവൻ ദൈവരൂപത്തിലിരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കണ്ടോ, ദൈവരൂപത്തിൽ ഇരുന്നവനാണ്, ആ ദൈവത്തിന്റെ ഭാവത്തിലല്ല വന്നത്. അവൻ ദാസന്റെ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. കണ്ടോ, വെറും ഒരു പച്ച മനുഷ്യനായിട്ട് എന്ന് പറഞ്ഞാൽ വെറും ജഡമാ. യേശു ജഡമായിട്ടാണ് വന്നത്. യേശു ജഡത്തിൽ അവതരിച്ചത്. ദൈവമായിട്ട് വന്നുവെങ്കിൽ യേശുവിന്റെ ആ കാര്യം കേൾക്കത്തില്ലായിരുന്നു. അവൻ മനുഷ്യനായി അവതരിച്ചു. എന്നെ നിങ്ങളെ പോലുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. യേശുവിന്റെ ക്രൂശ് മരണം വരെ യേശു വെറും മനുഷ്യനാ. ക്രൂശീകരണത്തിന് ശേഷമാ അവൻ തേജസ്കരിക്കപ്പെട്ടത്. ആ ദൈവമായി തീർന്നത് ക്രൂശീകരണത്തിന് ശേഷമാ. അതുവരെ വെറും പച്ച മനുഷ്യനാ. യേശു ഉപവസിച്ചു ഒരു മനുഷ്യനെ പോലെ. യേശു കരഞ്ഞു ഒരു മനുഷ്യനെ പോലെ. യേശു കണ്ണുനീർ വാർത്തു ഒരു മനുഷ്യനെ പോലെ. യേശു വിശന്നു ഒരു മനുഷ്യനെ പോലെ. മനുഷ്യനും യേശുവിനും തമ്മിലുള്ള വ്യത്യാസം, അവൻ പാപം ഒഴികെ സകലത്തിനും യേശു പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവോടുകൂടെ മനുഷ്യനോട് സ്ഥാപിച്ചത് ഒരു മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്ന് യേശു തന്റെ ജീവിതത്തോടുകൂടെ സ്ഥാപിച്ചു. അല്ലേ? പാപം കൂടാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്വത്തിലല്ല, വെറും ഒരു മനുഷ്യനായിട്ട് സ്ഥാപിച്ചു എങ്കിൽ യേശുവിന്റെ പ്രവേശനത്തോടുകൂടി ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് അവൻ തന്റെ ശരീരത്തെയാണ് രണ്ടെണ്ണത്തിന് വേണ്ടി ഏൽപ്പിച്ചത്. അതുവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന യേശു 40 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോ മനുഷ്യത്വം വെളിപ്പെട്ടു. എന്താണ്? വിശപ്പ്. എല്ലാ മനുഷ്യനും ഉള്ള ബലഹീനത അല്ലേ? യേശുവിന്റെ ബലഹീനതയായിരുന്നു വിശപ്പ്. ആ വിശപ്പ് വെളിപ്പെട്ടപ്പോൾ, ആ ബലഹീന കണ്ടപ്പോൾ പിശാച് കല്ലുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? അവനെ അങ്ങ് പരീക്ഷിക്കട്ടെ. കാരണം വിശപ്പ് മനുഷ്യന്റെ ബലഹീനല്ലേ? അയ്യോ വിശന്നാണ്. വിശപ്പെന്ന് ഇട്ടിരുന്നപ്പോഴാണ് വന്നത്. വിശന്നില്ലായിരുന്നേ വരത്തില്ലായിരുന്നു. നമ്മുടെ ബലഹീനത എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബലഹീനതയെ പിശാച് പിടിക്കും. അല്ലേ? സഹോദര ബലഹീന കണ്ട് പിശാച് പിടിക്കും. സഹോദരിയുടെ പേരെന്തുവാ? ഷീബ എന്നുള്ള സഹോദരിയുടെ ബലഹീനത ആരാധനയ്ക്ക് സമയത്തിന് വരത്തില്ല എന്നിരിക്കട്ടെ. വരുന്നില്ലെന്നല്ല, ഞാൻ ഒരു ഉദാഹരണമാണ് കേട്ടോ, എന്നോട് പറയരുത്. ആരാധനയ്ക്ക് സമയത്തിന് വരത്തില്ല എന്നുള്ള ബലഹീനതയാണ് ഈ ഷീബ എന്നുള്ള സഹോദരിയുടെ. അത് കണ്ട പിശാച് വെറുതെ വിടുവോ സഹോദരി? വെറുതെ വിടുവോ? ബൈബിളും കൊണ്ട് പുറത്തിറങ്ങുമ്പോ വീട്ടിൽ ചിറ്റിക്കാരൻ വരും. വീട്ടില് ചിറ്റിക്കാരൻ വരും. ബന്ധുക്കളിൽ നിന്ന് ആരെങ്കിലും വരും. അയ്യോ എനിക്ക് പ്രാർത്ഥന കൊടുത്തില്ല, ഒരു കാര്യം നീ അറിഞ്ഞ അപ്പുറത്ത് ഇറങ്ങിപ്പോയി കേട്ടാ തന്നെ കേട്ടാ. ബലഹീനത പിശാച് കൊണ്ടുവന്ന തന്ത്രത്തെ കുറിച്ചാണ്. അടുത്ത് അയൽവാസികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പലരെയും കൊണ്ടുവരും. കാരണം നിങ്ങളുടെ ബലഹീനത നിങ്ങൾ താമസിച്ചേ പോകത്തുള്ളൂ എന്ന് പിശാചിന് അറിഞ്ഞപ്പോൾ അതിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ അവൻ പല മാധ്യമം വഴി എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ സമയത്തിന് താമസിക്കുന്നതല്ല, നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് അവൻ കണ്ടിരിക്കുകയാ. ആരാ? പിശാച് കണ്ടിരിക്കുകയാ. അവൻ യേശുവിന്റെ ബലഹീനത വിശപ്പെന്ന് പിശാച് കണ്ടപ്പോൾ അവൻ കല്ലും കൊണ്ടുവന്നു. അവൻ ഒരു മനുഷ്യന് കല്ലുകൊണ്ട് അപ്പം തിന്നുവാൻ അവൻ പറ്റത്തില്ലെന്ന് അറിയാം. എങ്കിലും യേശുവിന് വിശന്നു എന്നുള്ള ബലഹീനത ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, ആമേൻ, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിന് എന്താകുക? അവൻ ദൈവം. അപ്പോ പുത്രത്വം ഒന്ന് അവനോട് പറഞ്ഞത് അവന്റെ പുത്രത്വത്തെ ചോദ്യം ചെയ്തു. ഇല്ലേ? സംശയം ഉണ്ടാക്കി. നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ്, അവൻ പള്ളിയിലേക്ക് പോയിരിക്കുമ്പോഴായിരിക്കും പല ഉടക്കുമായിട്ട് വരുന്നത്. ഉടക്കുമായിട്ട് വന്നിട്ട് അവൻ കുടുംബശ്രീയിൽ കണക്ക് ശരിയായില്ല, കൊടുത്ത പൈസയിൽ ഒപ്പിട്ടില്ല, പല കണക്കുകളും വന്ന് അത് പിന്നെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പേന പോക്കറ്റിൽ വെക്കുമ്പോൾ പ്രാർത്ഥനയുടെ പകുതി സമയം ചെയ്തു തീർന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇനി പകുതി സമയത്ത് കയറി ചെന്നാൽ ഇനി പാസ് എന്ത് വിചാരിക്കും? ഹല്ലേലൂയ. പാസ് ഒന്നും വിചാരിക്കില്ല. നിങ്ങൾ വന്നാലും നിങ്ങൾ ആരായിച്ചിട്ട് പോകും. പക്ഷെ നോട്ട് ചെയ്യുന്ന സ്വർഗത്തിലൊരു ദൈവമുണ്ട്, ദൂതന്മാരാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവർ ടിക്ക് ചെയ്യും. പാസിന് ഒരു കുഴപ്പവും വരത്തില്ല. അവിടെ ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ അവൻ എന്ത് ചെയ്യും? സ്വത്രം കറക്റ്റ് കണക്കുകൾ അവരെ വയ്ക്കും. പാസ്റ്റർ കണക്ക് ബോധിപ്പിക്കേണ്ടെന്ന ബൈബിൾ പറയുന്നത്. സ്വത്രം നമ്മൾ വചനം വായിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്ന ബൈബിളിൽ ദൈവാസന്മാരെ കുറിച്ച് 15 കൂടി വായിക്കാം. വായിച്ചേ.
നിങ്ങളോട് ദൈവം പ്രസംഗിച്ചെന്നല്ല, നിങ്ങളോട് ദൈവവചനം കേട്ടോ. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെന്ത് ചെയ്യണം? വായിക്കേ. കണ്ടോ, അവരുടെ ജീവ അവസാനം കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊരു മാനസാന്തരം വന്നെന്നാ പറയുന്നത്. നിങ്ങൾ താമസിച്ച് വരുന്നത് പോലെ ഞായറാഴ്ച ജോർജ് മാസം താമസിച്ചു വന്ന അവർക്ക് താമസിച്ച് വന്നൂടെ? നിങ്ങൾക്ക് മാത്രമേ വരാവുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന അതേ നാണയത്തിൽ നമ്മളും കൂടി കാണിക്കുന്ന എന്ത് ചെയ്യും? നിങ്ങൾ പാസ്റ്ററെ കുറ്റം പറയും. കണ്ട, ഞങ്ങൾ ഇവിടെ വന്നിട്ട് പാസ്റ്റർ പറയത്തില്ലേ? നമ്മൾ ആരുടെ കുറ്റം പറയേണ്ടത്? നമ്മൾ കുറ്റം പറയും. അന്ന് മുകളിലോട്ട് കൊടുക്കും. അടുത്ത വായിച്ച 15. അപ്പൊ അതൊന്ന് ഓർമ്മയിലിരിക്കണം കേട്ടോ. അവരുടെ ജീവ അവസാനം ഓർത്തെന്ത് ചെയ്യണം? അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പൊ ദൈവാസമന സമയത്തിന് വരണമെങ്കിൽ ആ വിശ്വാസം കണ്ടിട്ടെങ്കിൽ നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം? കണ്ടുപോയി. നിങ്ങളുടെ ഉള്ളിൽ പല്ല് കടിച്ചങ്ങ് ഞെരുകയാ. ആശ്രയ 2026 എന്നുള്ള ഒരു വർഷം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മേലാൽ ഞങ്ങളുടെ സഭയിൽ വിളിച്ചു പോകരുത്. ഞങ്ങൾ ഭയങ്കര ഒരു ദൂത് കേട്ടിട്ട് പോകാൻ വേണ്ടി വന്നവരാ. ഇവിടെ ഞങ്ങളെ ഇട്ടൊന്ന് കഷ്ടപ്പെടുത്തുകയാണ്.